determinant of a matrix. Suppose capital A equal to matrix 3 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിറ്റർമിനന്റ് എ ഡിഫൈൻ ചെയ്യുക. ഡിറ്റർമിനന്റ് എ മോഡ് എ എന്ന് എഴുതാം, പക്ഷെ വായിക്കേണ്ടത് ഡിറ്റർമിനന്റ് എ അല്ലെങ്കിൽ ഡിറ്റ് എ. ഡിറ്റർമിനന്റ് എ ഓർ ഡിറ്റ് ഓഫ് എ. ഡിറ്റർമിനന്റ് എ is equal to ഈ സിംഗിൾ എലമെന്റ് ആയിട്ടുള്ള 3 ആയിരിക്കും ഉണ്ടാവുക. സപ്പോസ് ക്യാപിറ്റൽ എ is equal to -4 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആവുമ്പോൾ ഡിറ്റർമിനന്റ് എ is equal to ആ എലമെന്റ് -4. ഓക്കെ. നേരെ മറിച്ച് ആ എ ഈക്വൽ ടു ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, 2 3 1 1 8. ഇങ്ങനെയാണെങ്കിലോ ഡിറ്റർമിനന്റ് എ അഥവാ ഡിറ്റ് എ ട്ടോ. ഡിറ്റ് എ ഈക്വൽ ടു 2 into 8 16. ഇങ്ങനെ മൾട്ടിപ്ലൈയും ഒരു മൈനസ് ഇട്ട് കൊടുക്കും. 3 into 1 3 ഈക്വൽ ടു 13 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ. എ ഈക്വൽ ടു ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ ഇങ്ങനെ വേണം ഡിറ്റർമിനന്റ് കാണാൻ. നേരെ മറിച്ച് സിംഗിൾ എലമെന്റ് ആണെങ്കിൽ ആ എലമെന്റ് തന്നെ ആയിരിക്കും ഡിറ്റർമിനന്റ് ഉണ്ടാവുക. നേരെ മറിച്ച് എ ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് ഈ ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. ഡിറ്റർമിനന്റ് എ is equal to അങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇടയിൽ നെഗറ്റീവ് ഇട്ട് വെച്ച് ഇതായിരിക്കും അതിന്റെ ആൻസർ. ഇനി ആ എ എന്നുള്ളത് ഇങ്ങനെയെന്ന് വെച്ചോ, എ is equal to 2 3 5 1 4 2 3 6 0. ഇങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഉണ്ടാവുക 2 into ഇനി ആ 2 വരുന്ന റോയും കോളം ഒഴിവാക്കുമ്പോൾ ബാക്കി ആരുണ്ടാവുക അറിയോ? 2 വരുന്ന റോയും കോളം ഒഴിവാക്കുമ്പോൾ ബാക്കി 4 2 6 0 ഉണ്ടാവും. മൈനസ് ആദ്യം പ്ലസ്, ഇവിടെ പ്ലസ്, നെക്സ്റ്റ് എലമെന്റിന് മൈനസ്. മൈനസ് 3 into 3 വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ ബാക്കി 1 2 3 0 1 2 3 0 പ്ലസ് 5 into 5 വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ ബാക്കി 1 4 3 6 ആണല്ലോ. ഡിറ്റർമിനന്റ് എ is equal to ഇങ്ങനെ എഴുതി വെക്കാം. നോക്കൂ, എ ഈക്വൽ 2 3 1 8 ആണെങ്കിൽ എന്താണ് ഡിറ്റർമിനന്റ് എ? ഡിറ്റർമിനന്റ് എ is equal to ഇങ്ങനെ മാറ്റി എഴുതാം, 2 3 1 8. കണ്ടോ, മെട്രിക്സ് എ എഴുതുമ്പോ ഇങ്ങനെ എഴുതണം. ഡിറ്റർമിനന്റ് എ എഴുതുമ്പോ ഒരു വര വരക്കേണ്ടത് മോഡ് ഇടുന്ന പോലെ. മോഡ് എ is equal to അങ്ങനെ സ്ക്വയർ ബാക്കിൽ ഇടാൻ പാടില്ല, 2 ലൈൻസ് ആണ് അവിടെ ഇവിടെ വരക്കേണ്ടത്. ഓക്കെ. നോക്കൂ, 2 into ഇനി ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ അറിയാലോ. ഇങ്ങനെ വന്നാൽ നമ്മൾ 2/2 മെട്രിക്സ് ആണെങ്കിൽ 2 into 8 minus 1 into 3 ചെയ്യാം. അതേപോലെ 2 into 4 into 0 0 minus 2 into 6 12 minus 3 into 1 into 0 0 2 into 3 6 plus 5 into 1 into 6 6 3 into 4 12. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നോക്കൂ, ഇവിടെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ +2 ക്ലാസ് പഠിച്ചത് 2 വരുന്ന റോയും 2 into ഇത് ഒഴിവാക്കും 4 into 0 minus 3 into അങ്ങനെ ഒറ്റയടിക്ക് എഴുതി വെക്കലായിരുന്നു. ഈ സ്റ്റെപ്പ് ഇല്ലാതെ ഒറ്റയടിക്ക് ഈ സ്റ്റെപ്പ് മാത്രം എഴുതി വെക്കലായിരുന്നു. അങ്ങനെ ചെയ്യാം, പക്ഷെ ഒന്നുകൂടി നേരെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ പറഞ്ഞു, 2 minus 3 കേട്ടോ അങ്ങനെ. ഇനി അതൊരു 4/4 മെട്രിക്സ് ആയിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് നോക്കാം. ഇപ്പോ എ എന്നുള്ള മെട്രിക്സ് ഇതാണെന്ന് വെച്ചോ, 2 1 3 4 1 0 2 5 4 3 0 1 1 1 2 5 ഇതാണ് കാണുന്നതെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ദിസ് ഇതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2 into 2 വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ ബാക്കി ആരെ കിട്ടുക? 0 2 5 3 0 1 1 2 5. നെക്സ്റ്റ് എലമെന്റിന് ഓട്ടോമാറ്റിക്കലി ഒരു നെഗറ്റീവ് മൈനസ് 1 into 1 വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ ബാക്കി ഉണ്ടാവുക 1 2 5 4 0 1 1 2 5 പ്ലസ് പ്ലസ് മൈനസ് അഗെയിൻ പ്ലസ് പ്ലസ് 3 into 3 വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ 1 0 5 and 4 3 1 1 1 5 plus
നെക്സ്റ്റ് നെഗറ്റീവ് 4 ഇൻറ്റു 4 വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ ബാക്കി ഉണ്ടാവുക 102 430 112. ഇനി ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു, ഇനി ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ ഒരു 3x3 മെട്രിക്സ് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് നിങ്ങൾക്ക് അറിയില്ലേ, 0 ഇൻറ്റു, ഇനി അവിടെ വീണ്ടും 0 ഇൻറ്റു, അങ്ങനെ ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുക. ആ ആൻസർ ഇവിടെ ചെയ്യാം. -1 ഇൻറ്റു, ഓരോന്നും 4 3x3 മെട്രിക്സ് ഉണ്ടാവും, 4 ചെയ്തിട്ട് പ്ലസ് മൈനസ് ഒക്കെ ഇട്ടിട്ട് ആൻസർ എഴുതി വെക്കാണ് വേണ്ടത്. ഇങ്ങനെയാണ് 4x4 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുന്നത്. നമുക്ക് 4x4 മെട്രിക്സ് കാണണമെങ്കിൽ അതിന് ഉള്ളിലെ ഓരോന്നും 3x3 ആയിരിക്കും. 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ ഓരോന്നും ഉള്ളിൽ 2x2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 5x5 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ ഉള്ളിൽ ഓരോന്നും 4x4 ആയിരിക്കും. ഇനി ഉള്ളിലുള്ള ഓരോ 4x4 ചെയ്യുമ്പോൾ അതിൽ ഉള്ളിൽ ഓരോ 3x3 ഉണ്ടാവും. അങ്ങനെ ചെയ്തു പോകും. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാറ്. ഓക്കെ, നെക്സ്റ്റ് മൈനറും കോഫാക്ടേഴ്സും. ഒരു മെട്രിക്സ് 3 2 1 1 4 0 1 2 5, ഈ ഒരു മെട്രിക്സ് എ എന്നുള്ള ഒരു മെട്രിക്സ്. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും വരിക? ഡിറ്റർമിനന്റ് A is equal to 3 into 4 into 5 20 minus 0 minus 2 into 2 വരുന്ന റോയും കോളം ഒഴിവാക്കുമ്പോൾ 1 into 5 minus 0 plus 1 into 2 minus 4. ശരിയല്ലേ? That is equal to 60 minus 10 and minus 2 equal to 48 ആണ് ഇതിന്റെ ആൻസർ, എ എന്നുള്ള മെട്രിക്സിന്റെ ആൻസർ. അത് പോട്ടെ. ഇനി ഈ 3 എന്നുള്ള എലമെന്റ് കണ്ടോ, അഥവാ ഈ മെട്രിക്സ് എങ്ങനെ എഴുതിക്കൂടെ? A is equal to A11 A12 A13 A21 A22 A23 A31 A32 A33, ഈ മെട്രിക്സ്. ഇനി ഇതിന്റെ മൈനർ മെട്രിക്സ് കാണാൻ പോവുകയാണ്. മൈനർ മെട്രിക്സ് അല്ല, മൈനർ എലമെന്റ്സ് കണ്ടതിന് ശേഷം മൈനർ മെട്രിക്സ് കാണാം. ഇപ്പോ A11 എന്നുള്ള എലമെന്റിന്റെ മൈനർ, ദ മൈനർ ഓഫ് ദി എലമെന്റ് A11 എന്ന് പറഞ്ഞാൽ A11 വരുന്ന റോയും കോളം ഒഴിവാക്കുമ്പോൾ കിട്ടുന്ന ആളാരാ? A22 A23 A32 A33 അല്ലേ? ഇത് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എലമെന്റ് ഇല്ലേ? അഥവാ A22 into A33 മൈനസ് A23 into A32, അഥവാ ഇത് മൈനസ് ഇത്. അതേപോലെ A12 എന്നുള്ള എലമെന്റ് കണ്ടോ? A12 ഈ എലമെന്റിന്റെ മൈനർ എന്ന് പറഞ്ഞാൽ ഈ റോയും കോളം ഒഴിവാക്കിയിട്ട് കിട്ടുന്ന ഈ 4 ആൾക്കാരില്ലേ, അതിന്റെ ക്രോസ്. അങ്ങനെയാണെങ്കിൽ ഈ എലമെന്റിന്റെ മൈനർ എന്തായിരിക്കും വരിക? ഈ എലമെന്റിന്റെ മൈനർ എന്ന് പറയുമ്പോൾ ഇത് വരുന്ന റോയും കോളം ഒഴിവാക്കുമ്പോൾ ബാക്കി ഈ 4 എലമെന്റ്സ് കിട്ടും. ഇത് ഇങ്ങനെ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്തിട്ട് മൈനസ് ചെയ്ത് എഴുതുമ്പോൾ അതിന്റെ മൈനർ കിട്ടും. അങ്ങനെ നമുക്ക് ഓരോ മൈനർ കിട്ടും. A11ന്റെ മൈനറിനെ നമ്മൾ M11 എന്നാണ് വിളിക്കുക. A12ന്റെ മൈനറിനെ M12 എന്നാണ് വിളിക്കുക. നമുക്കൊരു എക്സാമ്പിൾ കൂടെ അത് കാണിക്കാം. നോക്കൂ, M11 കാണാൻ പോവുകയാണ്. M11 എന്ന് പറഞ്ഞാൽ ഈ 3 എന്ന എലമെന്റിന്റെ മൈനർ. 3 വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ ബാക്കി എന്താ കിട്ടുക? 4 into 5 20 minus 2 into 0 0 equal to 20. M12 എന്തായിരിക്കും കിട്ടുക? That is equal to 2 എടുക്കുമ്പോൾ 2 വരുന്ന റോയും കോളം ഒഴിവാക്കുമ്പോൾ 1 into 5 minus 0 equal to 5. M13 എന്തായിരിക്കും കിട്ടുക? M13 എന്ന് പറഞ്ഞാൽ ഈ എലമെന്റിന്റെ 2 minus 4 equal to minus 2. M21 എന്തായിരിക്കും കിട്ടുക? 21, ഈ എലമെന്റിന്റെ ഇതും ഒഴിവാക്കിയാൽ 10 minus 2 equal to 8. M22 എന്തായിരിക്കും? ഇതും ഒഴിവാക്കിയാൽ 3 into 2 minus 2 6 minus 2 equal to 4. M23 എന്തായിരിക്കും കിട്ടുക? ഇതാണ് M23. സോറി, A23 വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ 3 into 2 6. സോറി, M22 എന്താ നമുക്ക് കിട്ടി? M22 തെറ്റിപ്പോയില്ലേ? ഇതാണ് M22. 3 into 5 10 minus 1 equal to 9. Answer is 9. M23.
ഇതും ഒഴിവാക്കിയാൽ 3 into 2 6 minus 2 equal to 4. അതുപോലെ m31 is equal to ഈ എലമെന്റും ഈ റോയും ഒഴിവാക്കുമ്പോൾ 2 minus 4. സോറി, ഇതും ഒഴിവാക്കുമ്പോൾ 2 into 0 minus 4 equal to minus 4. m32 എന്ന് പറയുമ്പോൾ ഈ റോയും കോളം ഒഴിവാക്കുമ്പോൾ ബാക്കി 3 minus 0 minus 1 equal to minus 1. m33 എന്ന് പറയുമ്പോൾ 12 minus 2 equal to 10. Therefore, the minor matrix ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. m11 m12 അഥവാ 25 minus 2 8 9 4 minus 4 minus 1 10. ഇതാണ് എന്ത് മൈനർ മെട്രിക്സ്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മൈനർ മെട്രിക്സിന്റെ കോഫാക്ടർ മെട്രിക്സ്. സോറി, നോക്ക്, ഇത് ആരാ മൈനർ മെട്രിക്സ് ആകുമ്പോൾ? മൈനർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇത് m11 ആട്ടോ, ഇത് m12 ആട്ടോ. ഇത് ആരാ? m11 m12 m13. ഓക്കെ, ഈ എലമെന്റ് ഇൻറ്റു ഈ എലമെന്റ് 3 into 20. ഇനി മൈനസ് 2 into 5 പ്ലസ് 1 into minus 2. എന്താ നമുക്ക് ആൻസർ കിട്ടുക? ഈക്വൽ ടു 48. ആരാണ് 48? ഡിറ്റർമിനന്റ് ചെയ്യല്ലേ? ഈക്വൽ ടു ഡിറ്റർമിനന്റ്. അഥവാ a11 into m11 മൈനസ് a12 into m12 പ്ലസ് a13 into m13 ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ആയിരിക്കും. എല്ലാ സമയത്തും a11 into m11 മൈനസ് a12 into m12 പ്ലസ് a13 into m13 ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ കോഫാക്ടർ ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, C11 എന്ന് പറഞ്ഞാൽ നോക്കൂ m11. ഇവിടെ m11 ഉണ്ട്, ഇവിടെ നമ്മൾ C11 എടുക്കാൻ പോകും. m11 എന്ന് പറഞ്ഞാൽ -1 raised to 1 plus 1 into m11 equal to -1 whole square into 20 equal to 20. C12 എന്ന് പറഞ്ഞാൽ -1 raised to 1 plus 2 അഥവാ into m12 equal to -1 whole cube into 5 equal to -5. In general, Cij എന്ന് പറഞ്ഞാൽ -1 raised to I plus j into mij. ഇതായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഡെഫിനിഷൻ. പക്ഷെ നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. നോക്കൂ, അപ്പൊ അതിന്റെ കോഫാക്ടേഴ്സ് എങ്ങനെ വരിക അറിയോ? ഞാൻ ഇപ്പൊ വരക്കാൻ പോകുന്നത് കോഫാക്ടർ മെട്രിക്സ് ആട്ടോ. കോഫാക്ടർ മെട്രിക്സ് എപ്പോഴും മെട്രിക്സിന് സിമ്പിൾ ഇങ്ങനെയാണ്. ഇവിടെ പ്ലസ് ആയിരിക്കും, പ്ലസ് മൈനസ് ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് മൈനസ് പ്ലസ്. ഈ പ്ലസിന്റെ സോറി, ഇവിടെ പ്ലസ് അല്ലേ, പ്ലസ് മൈനസ് പ്ലസ്. ഇവിടെ പ്ലസ് അല്ലേ, ഇവിടെ മൈനസ് പ്ലസ് മൈനസ്. ഇവിടെ മൈനസ് അല്ലേ, ആ പ്ലസ്. അങ്ങനെ എപ്പോഴും സിമ്പിൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നോക്കൂ, പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. കണ്ടോ? ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ മൈനസ് വരുന്ന ഭാഗങ്ങൾ നോക്കൂ. ഇതിന്റെ മൈനസ് വരുന്ന ഭാഗങ്ങൾ ഇത്രയല്ലേ ഉള്ളത്. ഒന്ന് ഇത്, ഒന്ന് അടുത്ത മൈനസ് വരുന്നത് ഇവിടെ, അടുത്ത മൈനസ് ഇവിടെ, അടുത്ത മൈനസ് ഇവിടെ. ഇത്രയും എലമെന്റ്സിന് ഒരു നെഗറ്റീവ് എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി. അത്രയും എലമെന്റ്സിന് ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ 20 തന്നെ. ഇവിടെ 5 ഈ പൊസിഷനിൽ നെഗറ്റീവ് ആണ്. അതിന്റെ കറക്റ്റ് യഥാർത്ഥത്തിൽ അതിന്റെ അവിടെ ഉണ്ടാവുന്ന സംഭവം. ഇവിടെ 5 വരുമ്പോൾ -5, -2 തന്നെ. ആ റൗണ്ട് ചെയ്ത ഭാഗത്ത് സിമ്പിൾ മാറ്റി കൊടുക്കുക. 8ന്റെ അവിടെ -8, 9 തന്നെ. 4ന്റെ അവിടെ -4. ഈ -4ന്റെ അവിടെ ഒന്നും ചെയ്യണ്ട. പക്ഷെ ഈ റൗണ്ട് ചെയ്ത ഭാഗത്ത് മൈനസ് കണ്ടോ? അവിടെ -1 +1, ഇവിടെ 10. നോക്കൂ, എന്താ ചെയ്തത് നമ്മള്? ഇതിന്റെ ഇങ്ങനെ റൗണ്ട് ചെയ്ത ഭാഗത്തുള്ള സിമ്പിൾ ആണ് മാറ്റി കൊടുത്തു. ഇതായിരിക്കും കോഫാക്ടർ മാട്രിക്സ്.
അപ്പൊ ഇതാണ് C11, ഇതാണ് C12, ഇതാണ് C13, C21, C22, C23. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ മെട്രിക്സ് എന്തായിരുന്നു? ആ മെട്രിക്സ് 321 140 125 അല്ലേ? 321 140 245, 321 140 125. ഇതായിരുന്നു നമ്മുടെ മെട്രിക്സ്. അതിന്റെ ഡിറ്റർമിനന്റ് എന്താ കിട്ടിയിരുന്നത്? അവിടെ 48. ശരിയല്ലേ? ഇതിന്റെ ഡിറ്റർമിനന്റ് 48. ഇനി നോക്കൂ, ഇതിലെ ഇവിടെ തൊട്ട് മുന്നേ കിട്ടിയ ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഇതാണ് ഇക്വേഷൻ. A11 into M11 minus A12 into M12 plus A13 into M13 into x equal to determinant. അത് മൈനർ വെച്ച്. ഇനി കോഫാക്ടർ വെച്ച്. കോഫാക്ടർ കൊടുക്കുമ്പോൾ ഒക്കെ പ്ലസ് ആയിട്ടുണ്ട്, ഒക്കെ പ്ലസ്. ഇവിടെ ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസ് കൊടുത്തില്ലേ? അതും കൂടി ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ആ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്ലസും മൈനസ് ഒക്കെയാണ് ഇതിലുള്ളത്. പ്ലസ് മൈനസ് കേട്ടോ, അതൊക്കെ ചേർത്താണ് കോഫാക്ടർ പറയുന്നത്. ഇനി കോഫാക്ടർ എന്ന് പറയുമ്പോൾ ഇതിന് പ്രത്യേകം നോക്കട്ടോ. 3 into 20 plus 2 into minus 5 plus 1 into minus 2 equal to ചെയ്ത് നോക്കൂ, 60 minus equal to 48 ആണ്. അഥവാ ഇതേ ഇൻറ്റു ഇതേ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 48. അഥവാ A11 into C11 plus A12 into C12 plus A13 into C13 equal to 48 ആണ്. അഥവാ ഡിറ്റർമിനന്റ് E ആണ്. എന്നാ ചോദിക്കട്ടെ, ഇതും ഇത് എടുത്തു നോക്കാം നമുക്ക്. അത് മൈനറിൽ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഇത് കോഫാക്ടർ മാത്രം പ്രത്യേകത. 1 into minus 8 plus 4 into plus 4 into 9 plus 0 into minus 4 equal to നമുക്ക് കിട്ടുക 436. തെറ്റിപ്പോയല്ലോ. ഇതിന്റെ ഉത്തരം ഡിറ്റർമിനന്റ് ആണ് വരേണ്ടിയിരുന്നത്. നോക്കട്ടെ കേട്ടോ, ചെറിയൊരു മിസ്റ്റേക്ക് എവിടെയോ വന്നിട്ടുണ്ട് രണ്ടാമത്തെ റോയില്. യെസ് 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 യെസ്, ഇവിടെ 9 അല്ല വേണ്ടിയിരുന്നത്, ഇവിടെ 14 ആണ് വേണ്ടിയിരുന്നത്. നോക്കൂ, ഇതിന്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ, സോറി മൈനർ എന്ന് പറയുമ്പോൾ 4ന്റെ മൈനർ ആരാ? 3 into 5 15 minus 1 into 1 അല്ലേ? നമ്മൾ 10 minus 1 എന്നുള്ള രൂപത്തിലാണ് 9 എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക. 14 ആണ് ആൻസർ കേട്ടോ. അപ്പോ 14 ആകുമ്പോൾ ഇവിടെയും ഓട്ടോമാറ്റിക്കലി 14 ആയിട്ടുണ്ടാവും. പിന്നെ ദാറ്റ് ഇസ് ഈക്വൽ ടു നോക്കൂ, 4 into 14 14. ഓക്കെ, അപ്പൊ മൊത്തം 56 minus 18 കറക്റ്റ്. ഇപ്പൊ 48 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, രണ്ടാമത്തെ റോ ഇൻറ്റു രണ്ടാമത്തെ റോ ഈക്വൽ ടു ഡിറ്റർമിനന്റ് കിട്ടി. അഥവാ A21 into C21 plus A22 into C22 plus A23 into C23 ഈക്വൽ ടു ഡിറ്റർമിനന്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ റോയും ഇത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുക ഡിറ്റർമിനന്റ് ആയിരിക്കും. നേരെ മറിച്ച് ഈ റോയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അഥവാ സെയിം അല്ലാത്ത രണ്ട് റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉത്തരം നിങ്ങൾക്ക് കിട്ടുക 0 ആയിരിക്കും. അത് എല്ലാതും ഇത് മൾട്ടിപ്ലൈ ചെയ്താലും ഇത് മൾട്ടിപ്ലൈ ചെയ്താലും എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 ആയിരിക്കും. സെയിം ആയി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ ഡിറ്റർമിനന്റ് എ ആയിരിക്കും. അതാണ് ഇവിടുന്ന് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനി എ എന്നുള്ള ഒരു മെട്രിക്സ്, അതിന്റെ ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്ക്. അങ്ങനെ 0 ആണെങ്കിൽ എക്ക് വിളിക്കുന്ന പേരാണ് എ ഈസ് എ സിംഗുലർ മെട്രിക്സ് എന്ന് വിളിക്കും. അതേപോലെ ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എക്ക് നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് വിളിക്കും. മെട്രിക്സ് ഡിറ്റർമിനന്റ് എ ഈക്വൽ 0 ആണെങ്കിൽ അതിനെ സിംഗുലർ എന്നും, ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ അതിനെ നോൺ സിംഗുലർ എന്നും വിളിക്കും. നോക്കൂ, എ എന്നുള്ള ഒരു മെട്രിക്സ്, എ എന്നുള്ള മെട്രിക്സ് 2 3 1 4 5 2 3 0 3 ആണെന്ന് വിചാരിക്കും. മാത്രമല്ല ഡിറ്റർമിനന്റ് എ is equal to ഇതിന്റെ ആൻസർ 5 ആണെന്ന് വിചാരിക്കും. അങ്ങനെ ആണെന്ന് വിചാരിക്കും. ഇനി ഇതിന്റെ രണ്ട് റോകൾ വേണ്ട, എ ട്രാൻസ്പോസ് എടുത്തു, എ ട്രാൻസ്പോസ്. എന്നിട്ട് എ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റ് കണ്ടു.
അങ്ങനെയാണെങ്കിൽ അതും 5 ആയിരിക്കും. അഥവാ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഡിറ്റർമിനന്റ് ഓഫ് എയും ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസും സെയിം ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഒരു ബി എന്നുള്ള ഒരു മെട്രിക്സ്, ആ ബിന്റെ പ്രത്യേകത ഇത് രണ്ട് റോകൾ തമ്മിൽ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തു. അഥവാ 4 5 2 2 3 1 3 0 3. എന്നിട്ട് ഡിറ്റർമിനന്റ് ബി കണ്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക -5 ആയിരിക്കും. അതിനർത്ഥം ഏതെങ്കിലും രണ്ട് റോകൾ തമ്മിൽ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന പുതിയ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിൽ ഒരു നെഗറ്റീവ് അധികം ഉണ്ടാവും. ഓക്കെ, therefore നമുക്ക് എന്ത് പറയാ അറിയോ? ഇന്റർചേഞ്ച് ചെയ്താല് ഉത്തരത്തില് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റിൽ ഒരു നെഗറ്റീവ് അധികം ഉണ്ടാവും, എക്സ്ട്രാ ഉണ്ടാവും. ഇന്റർചേഞ്ച് ചെയ്താല് ഡിറ്റർമിനന്റിൽ ഒരു നെഗറ്റീവ് എക്സ്ട്രാ ഉണ്ടാവും. മൂന്നാമത് പഠിക്കാനുള്ളത് രണ്ട് ഇന്റർചേഞ്ച് വന്നാലോ? 2 ഇന്റർചേഞ്ച് വന്നാല് നോ ചേഞ്ച് ആണ് ഉണ്ടാവുക. കാരണം രണ്ട് നെഗറ്റീവ് വരും, നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആയി മാറും. ഇപ്പൊ ഈ റോയും ഇന്റർചേഞ്ച് ചെയ്തു, ഈ റോയും ഇന്റർചേഞ്ച് ചെയ്തു. അങ്ങനെ രണ്ട് ഇന്റർചേഞ്ചിങ് വന്നാല് ഷിഫ്റ്റിംഗ് അതില് വന്നാല് നോ ചേഞ്ച് ആയിരിക്കും അവിടെ സംഭവിക്കുക. ഓക്കെ, ഇനി അടുത്ത് പഠിക്കാനുള്ളത് ഡിറ്റർമിനന്റ് ഓഫ് I ഈക്വൽ ടു 0 ആയിരിക്കും. ഐഡന്റിറ്റി മെട്രിക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. ഡിറ്റർമിനന്റ് ഓഫ് I ഈക്വൽ ടു 1 ആയിരിക്കും. അങ്ങനെ എഴുതിക്കോ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ. ഡിറ്റർമിനന്റ് ഓഫ് I ഈക്വൽ ടു, ഏതാ എളുപ്പമെങ്കിൽ അങ്ങനെ എഴുതിക്കോ. ഡിറ്റർമിനന്റ് ഓഫ് I ഈക്വൽ ടു 1 ആയിരിക്കും. അതുപോലെ ഡിറ്റർമിനന്റ് ഓഫ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, ഡിറ്റർമിനന്റ് ഓഫ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ രണ്ട് റോകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ വരാം. നോക്കൂ, 2 4 1 4 8 2 3 2 6. ഇതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം ഈ റോന്റെ ഇരട്ടിയാണ് ഈ റോ. അങ്ങനെ റോകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ വരിക, അല്ലെങ്കിൽ കോളങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ വരികയാണെങ്കിൽ ഉത്തരം അത് 0 ആയിരിക്കും. ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കും ഇഫ് എയില് ഏതെങ്കിലും രണ്ട് റോകളോ രണ്ട് കോളങ്ങളോ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ. ഇനി ഇപ്പൊ ഈ മെട്രിക്സിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു വെച്ചോ. 2a എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ കിട്ടുക? 4 6 2 8 10 4 6 0 6. ഡിറ്റർമിനന്റ് a ഈക്വൽ ടു 5 ആണെങ്കിൽ ഡിറ്റർമിനന്റ് 2a കിട്ടുക 2 ക്യൂബ് ഇൻറ്റു 5 ആയിരിക്കും. അഥവാ ഈ 2 ക്യൂബ് വരാൻ കാരണം ഇതിന് 3 റോകളും 3 കോളംസും ഉണ്ട്. അതിനർത്ഥം ഡിറ്റർമിനന്റ് ka ഈക്വൽ ടു k റൈസ് ടു n ഇൻറ്റു ഡിറ്റർമിനന്റ് a ആയിരിക്കും, വേർ n ഈസ് ദ ഓർഡർ ഓഫ് ദി മെട്രിക്സ്. അത് n by n ആണെങ്കിൽ n ആയിരിക്കും അതിലുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഡിറ്റർമിനന്റ് എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്.